പൂരം ഗുഡ് മോർണിംഗ് ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആണ്. പൂരം കാണണമെന്ന് കുറച്ചു കാലമായിട്ട് സുജയ പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് സാധിച്ചു കൊടുക്കാതെ കരുതി ഇന്നലെ വൈകുന്നേരം മുഴുവൻ പൂരനഗരിയിലായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പൂരനഗരിയിൽ ഞങ്ങൾ നിറഞ്ഞങ്ങ് നിൽക്കുകയായിരുന്നു. അതെ, നെയ്തലക്കാവമ്മ ഇങ്ങനെ തെക്കോട്ട് അല്ലേ വാതിലൊക്കെ ഗോപുരവാതിലൊക്കെ തുറന്ന് എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് പൂരനഗരി കണ്ട കാഴ്ച വൈകുന്നേരം 4 മണിക്ക് സുജയ പാർവതി വന്ന കാഴ്ചയാണ്. എന്നാലും പൂരനഗരിയിൽ ഗംഭീരമായി ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടറിന്റെ ഓരോ ഫ്രെയിമിലും പൂരത്തിന്റെ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇന്ന് മേടമാസം 23-ാം തീയതിയാണ്, മെയ് മാസം 6-ാം തീയതിയാണ്. അതോടൊപ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട്. മകം നാളിലാണ് ഇത്തവണ തൃശ്ശൂർ പൂരം എത്തിയിരിക്കുന്നത്. മകത്തിൽ പൂരമാണ്. സാധാരണ മേടത്തില് സാധാരണ പൂരം സംഭവിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ധന്യ നിമിഷമാണ് ഇന്ന് തൃശ്ശൂരിനുള്ളത്. ഈ പൂരനഗരിയിൽ പൂരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പൂരപ്രേമികളുടെ ഇനി ഒഴുക്കായിരിക്കും. ഇങ്ങനെ ഒഴുകി 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 നെയ്തലക്കാവിലമ്മ വന്നതിന് പിന്നാലെ ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കണിമംഗലം ശാസ്താവ് വന്നതിന് പിന്നാലെ ഡോക്ടർ ആരോടും എത്തിയിരിക്കാം. ശാസ്താവിന്റെ കാര്യത്തിലാണെങ്കിൽ ശാസ്താവ് ദേവഗുരുവാണ്, ബൃഹസ്പതിയാണ്. അതുകൊണ്ട് തന്നെ വടക്കുംനാഥനെ കുറിച്ച് ഒരുപാട് കഥകളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർ കേൾക്കും. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അതെ, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൂടി നമുക്ക് വിളിക്കാം. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ചെറുപൂരങ്ങളും ഘടകപൂരങ്ങളും ഇല്ലാതെ എന്ത് പൂരം അല്ലേ? അപ്പൊ നമുക്കൊപ്പം കണിമംഗലം ശാസ്താവിന് പിന്നാലെ ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? അതെ, അതേപോലെ ലാലൂർ ഭഗവതി അല്ലേ, അങ്ങനെ ചെമ്പുമുക്കാവ്, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പൂരങ്ങളുടെ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. ജെയ്സൺ ശ്യാമവളപ്പിൻ, തൃശ്ശൂരിന്റെ ഒരു പക്ഷേ തൃശ്ശൂരിൽ പൂരത്തെ കുറിച്ച് പറഞ്ഞാൽ ജെയ്സനെ കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഒരിക്കലും പറ്റില്ല. ഇന്നലെ ജെയ്സൺ അങ്ങ് തകർക്കുകയായിരുന്നു. ഇതുപോലൊരു ജെയ്സനെ കണ്ടിട്ടില്ലെന്ന് നമ്മുടെ MD അടക്കം പറഞ്ഞു. മാത്രമല്ല ജെയ്സന്റെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിനമായിട്ട് ഇന്നലെ തീർന്നു അല്ലേ? തീർച്ചയായും എങ്ങനെ കിട്ടുന്നു? നമ്മൾ അതൊക്കെ ഒളിപ്പിച്ചു വെക്കാണ്. തൃശ്ശൂർക്കാർക്ക് ഒളിപ്പിച്ചു വെച്ച് സമയത്തിന് പുറത്തിറക്കുള്ളൂ. ഇനി നമുക്കൊപ്പം VS രഞ്ജിത്ത് കൂടി. അതെ, VS രഞ്ജിത്ത്. യെസ്, VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. ഇനിയുണ്ട് അല്ലേ? ദീപക് വലയമ്മ. താങ്ക് യു ദീപക് വലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പൂരനഗരിയിൽ എറണാകുളം ശിവകുമാറിനൊപ്പം തലപ്പൊക്കത്തിലായിരുന്നു ദീപക് വലയമ്മ നിന്നിരുന്നത്. അതെ, മാത്രമല്ല തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കഴിഞ്ഞാൽ സാധാരണ നെയ്തലക്കാവ് അമ്മ ഇങ്ങനെ തിടമ്പേറ്റി ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നൊരു കാഴ്ചയുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമൻ, അതെ, അതേപോലെ ഒരു രാമൻ, അതെ, അതേപോലെ വിളിക്കാൻ പാടുള്ളൂ, രാമൻ വിളിക്കാൻ പാടുള്ളൂ. അതേപോലെയാണ് ദീപകിന്റെ വരവ്. ദീപക് ഇന്നലെ നെയ്തലക്കാവ് അമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് മാത്രമുള്ള ദൃശ്യങ്ങളായിരുന്നു. അത് ഗംഭീര വിഷ്വൽസ് ആയിരുന്നു. അപ്പം എല്ലാ കാഴ്ചകളും അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. പൂരത്തിന് തൃശ്ശൂർ തയ്യാറായി കഴിഞ്ഞു, റിപ്പോർട്ടർ TVയും തയ്യാറായി കഴിഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. ഇനിയുമുണ്ട് നമുക്കപ്പം അർജുൻ കല്യാണുണ്ട്, കണിമംഗലം ശാസ്താവിനോടൊപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂരത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, പൂരത്തിന്റെ ആവേശവും അതിൽ കൊട്ടിക്കയറുന്ന ആ ഒരു പൂരത്തിന്റെ ഒരു ലഹരി ഉണ്ടല്ലോ. ആ പൂരലഹരി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചെറിയ TV പെട്ടിയുടെ മുമ്പിൽ ഒന്നും ഇരുന്നാൽ പോരാ, നിങ്ങൾ യഥാർത്ഥത്തിൽ പൂരനഗരിയിലേക്ക് വരണം അല്ലേ? പക്ഷേ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരിക്കണം കേട്ടോ, ടിവിയുടെ മുമ്പിൽ തന്നെ ഇരിക്കണം. പൂരനഗരിയിലേക്ക് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഞാൻ ആത്മാർത്ഥം പറഞ്ഞു പോയതാണ്. അതെ, ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. അപ്പോ നമ്മള് ഈ പൂരത്തിന് ഇവിടെ 18 ലക്ഷം പേരെങ്കിലും എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ആ 18 ലക്ഷത്തിൽ പെടാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കാണുന്ന അതേ പൂരം, അതേ ദൃശ്യ മികവോടെ നമ്മൾ അതിനേക്കാൾ നല്ല പൂരത്തെ കുറിച്ചുള്ള സൗകര്യത്തിൽ സുന്ദരന്മാരെയും സുന്ദരിയെയും കാണാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ചടങ്ങായി നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം കാണാനുള്ള സംവിധാനമാണ് ഇത്തവണ റിപ്പോർട്ടർ TV ഒരുക്കിയിരിക്കുന്നത്. എല്ലാ നീക്കങ്ങളും, എല്ലാ ഘടകപൂരങ്ങളുടെ വരവും, എല്ലാ മേളങ്ങളും പ്രേക്ഷകർക്ക്, എല്ലാ പ്രമാണിമാരുടെ ആ കരവിരുതുകളും എല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ അതിവേഗം എത്തിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പൂരനഗരിയിൽ നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പൂരമെന്ന അവിസ്മരണീയമായ പൂരത്തിന്റെ ലഹരിയിലേക്കും പൂരത്തിന്റെ ആവേശത്തിലേക്കും. വെൽക്കം ടു കലകലക്കൻ പൂരം.